ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. ഇതൊരാഴ്ച പിന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുന്നത്. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തേജപ്പന് ഇന്ന് ക്ലാസ് തുടങ്ങാണ്. അങ്ങനെ രാവിലെ എനിക്ക് കുളിച്ച് തേജപ്പന് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടനൊന്നും എണീറ്റിട്ടില്ല, നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ ഞാൻ എണിച്ചിട്ട് കുറച്ചു നേരം ഉമ്മർത്തൊക്കെ പോയി ഇരുന്നു. പിന്നെ അടുക്കളയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ ചേച്ചി ഇതേ ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ട് പണിയുള്ളതാണ്. ഇവർക്ക് പിന്നെ വെക്കേഷൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഏതാണ്ട് എല്ലാതും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ചേട്ടൻ ജോലിക്ക് പോണ കാരണം തേജപ്പന് വെക്കേഷൻ ആയാലും ഇവൾക്ക് നേരത്തെ എനിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നാലാട്ടെ മൂപ്പത്തേക്ക് കുറെ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുക. പിന്നെ ഇത് ആദർശേട്ടൻ എണീറ്റിട്ടുണ്ട്. നമ്മുടെ തേജപ്പന്റെ ഇഡ്ഡലി കഴിക്കൽ ഇതുവരെ തീർന്നിട്ടില്ല. മൂപ്പരൊന്ന് സ്കൂളിലേക്ക് പോകണോ പോകണ്ടേ എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ആദർശേട്ടൻ ചായ ഒക്കെ എടുത്തു വന്നു കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ചായ തരാൻ പറഞ്ഞപ്പോഴാണ് ആദർശേട്ടൻ പറയണേ, ഇത് ഞാൻ എനിക്ക് എടുത്തു വന്നാൽ നീ ചായ കുടിക്കേണ്ടാന്ന്. പക്ഷെ എനിക്ക് കുറച്ച് ചായ കുടിച്ചാലേ എനിക്ക് രാവിലെ ആകുമ്പോൾ ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് ചായ ഒക്കെ എടുത്തിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. ആദർശേട്ടൻ ഇതേ അവിടെ കിടക്കുന്നുണ്ട്. തേജപ്പൻ ഇതേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ കൂരൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ പോവും. അത് കഴിഞ്ഞിട്ട് ഇതേ വിനീഷേട്ടനും ജോലിക്ക് പോകാറൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും പിന്നെ ആദർശേൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചമ്മന്തിയും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇവളുണ്ടാക്കുന്ന ഇഡ്ഡലിയും ഈ ചമ്മന്തി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ചായയൊക്കെ കുടിച്ചു. തേജപ്പൻ ക്ലാസ്സിൽ പോയി. പിന്നെ ആദർശേട്ടനെ കൊളാബിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ വീട്ടിൽ നിന്ന് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ ഇത് ചേച്ചിയുടെ സ്കൂട്ടി എടുത്തിട്ട് വീണ്ടും നമ്മുടെ പുതുരത്തേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വൈകിട്ട് 50 സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. അപ്പൊ ഞാനിതേ ബ്ലാങ്കറ്റൊക്കെ കൈ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ തേജപ്പ അവിടെ നിന്ന് പറഞ്ഞിട്ട് തേജപ്പനും പുതച്ചേരുമെന്നൊക്കെ. ഗൈസ്, അപ്പോൾ ഞങ്ങളിതേ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. കാരണം ഇത്ര നേരത്തെ വ്ളോഗ് നോക്കി എടുക്കാൻ വേണ്ടി ഭയങ്കര കപക്കെട്ട്, ചുമച്ചൊരു ഇതായി ഛർദിച്ച് അങ്ങനെ കുറേ ടൈമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സിനിമയ്ക്ക് പോവാന്ന് ഇപ്പോൾ 100K ഒക്കെ അടിച്ചില്ല. അപ്പോൾ ആശാൻ്റെ അടുത്ത് എന്താ വേണ്ടത് വെച്ചപ്പോഴേക്ക് സിനിമയ്ക്ക് പോകണം. ഒരു 7 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമയ്ക്ക് പോയിട്ട്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ്. അപ്പോൾ സിനിമയ്ക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ഇന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതേ പുതപ്പൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോകുന്നത്. ഇതേ ആദർശാണ്ടൊക്കെ ഇത് ഇറങ്ങാൻ നിൽക്കണം. നേരം വൈകി ഓൾറെഡി നമുക്ക് പോണ വഴിക്ക് ബ്ലോക്ക് കിട്ടുമെന്ന് നല്ല പേടിയുണ്ട്. ഇന്ന് ചെറിയ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചുമച്ച് ഛർദ്ദിച്ചു. ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ വ്ളോഗ് കുറേ പേരായി ചോദിക്കുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചുമക്കുക ഛർദ്ദിക്കുക തന്നെയായിരുന്നു. അത് കാരണം ഫുൾ ഇങ്ങനെ സൈഡായിട്ട് കിടന്ന്. അപ്പോൾ ഇപ്പോഴാണൊന്ന് സെറ്റായിട്ടൊന്ന് വേഗം ക്ഷണപ്പടയുന്ന ഡ്രസ്സൊക്കെ മാറ്റിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ. ഇവരെന്താ അവിടെ ചെയ്യണമെന്നാവോ. അവർ വേഗം വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാം. പിന്നെ വിനീഷേട്ടൻ വരുമ്പോഴേ പരിപ്പോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് കാറിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൈ പിടിച്ചു. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇരിക്കണേ കേട്ടോ. കാരണം എനിക്ക് ഓൾറെഡി ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കംഫർട്ട് ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഈ ഒരു സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലിരുന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഏറ്റവും അടിപൊളി ഇതാണ്. ഇനി നമുക്ക് എപ്പോൾ സിനിമ കാണാൻ പോയാലും ഇങ്ങനത്തെ സീറ്റ് ബുക്ക് ചെയ്താൽ മതി എന്ന്. കാരണം അത്രയും കംഫർട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കുറേ നേരം കാല് തൂക്കിയിട്ടിരിക്കൊന്നും വേണ്ടല്ലോ. നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്ന് നല്ല അടിപൊളിയായിട്ട് സിനിമ കാണാൻ പറ്റിയിട്ടാ. അങ്ങനെ ഇതേ ഞാൻ പുതപ്പോണ്ടൊക്കെ പുതച്ച് എല്ലാവരും ഇതേ ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. ഇവിടെ തേജപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലായി ഇപ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ വേഗം പുതപ്പൊക്കെ എടുത്ത് എൻ്റെ കാൽമ മാറ്റി ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ മടക്കി വെച്ചു കേട്ടോ. ഞാൻ ഫുള്ള് മാസ്ക് ഒക്കെ വെച്ച് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നിട്ട്. അത് കാരണം തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇൻ്റർവെല്ലായി ഇപ്പോൾ വിനീഷേട്ടൻ പോപ്കോണൊക്കെ വാങ്ങിച്ചു വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോൾ പുറത്തുനിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി അതൊക്കെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു കേട്ടോ. അതുകൊണ്ട് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് നോക്കി നിൽക്കാണ്ടോ. വിനീഷേട്ടനും തേജപ്പനും കൂടി എസ്കലേറ്ററിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി. എനിക്ക് ആ സംഭവം നല്ല പേടിയായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുകളിലേക്ക് കയറാറില്ല കേട്ടോ. അപ്പോൾ അവർ മുന്നേ എത്തിയപ്പോൾ അവർ ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ നടന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുണ്ടോ. ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ പോണ വഴിക്ക് ചേച്ചിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ ഇതേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാനും ആദർശേട്ടനും കാറിലിരിക്കുക ചെയ്തേ. ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ആദർശേട്ടൻ ഇന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇത് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്ന പാടെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കേക്ക് കണ്ടു. അപ്പം അതൊക്കെ പൊളിഞ്ഞു കേട്ടാ. നമുക്ക് ആദർശേട്ടൻ കേക്കൊക്കെ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. 100K ആയേണ്ടി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ 100K ആയത്. എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആദർശായിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയി കേക്കൊക്കെ സെറ്റാക്കി ഓർഡർ കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ ആദർശാടൻ കേക്കൊക്കെ സെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നതായിരുന്നു അത്രേ. ഞാനപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വാതിലടച്ചിട്ട് ആദർശാടൻ റൂമിലേക്ക് കയറ്റിയില്ല. അല്ലെങ്കിൽ ആദർശാടൻ സർപ്രൈസ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായപ്പോൾ അവർ നേരെ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് പോയി വന്നതിന് ശേഷം മുറിക്കാന്ന് പറഞ്ഞിട്ടാട്ടോ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അച്ഛൻ വന്ന പാടെ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നപ്പോൾ കേക്ക് കാണുകയും ചെയ്തു. അങ്ങനെ ആദർശന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിട്ടോ. പിന്നെ ചേച്ചി ഇതേ ആദർശന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ വറുക്കാറുണ്ടോ. അപ്പോൾ വിനീഷേട്ടനും ചേച്ചിയും രാത്രി ആകുമ്പോൾ ഫുഡ് കഴിക്കില്ല, അവർക്ക് ഡയറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വരേണ്ട വഴിക്ക് നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവള് മീൻ പൊരിക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏതാണ്ട് 12 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനും ചേച്ചിയുടെ മീൻ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേജപ്പന വെച്ചെങ്കിലേ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാളായല്ലോ. അപ്പൊ ആദർശേട്ടൻ ഇനി പോവോ എന്നൊക്കെ നല്ല പേടിയാ. ഫുൾ ടൈം വന്നിട്ട് പാപ്പ പോവണ്ട കേട്ടോ, പാപ്പ 100 ദിവസം നിൽക്കണേ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നല്ല മീൻ പൊരിച്ചതും പിന്നെ ഒരു പച്ചക്കറിയുടെ ഒരു കറിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പച്ചക്കറിയുടെ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സാമ്പാറും മീൻ വറുത്തതും അങ്ങനെയൊക്കെ എന്തോ അങ്ങനത്തെ സംഭവമാണ് ഭയങ്കര ഇഷ്ടം. മീൻ കറിയും മീൻ വറുത്തതും കൂട്ടി കഴിക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ പച്ചക്കറിയും മീൻ വറുത്തതും കൂട്ടി കഴിക്കാനാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഇതേ കുളത്തേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ വന്ന ആദർശേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുളത്തിൽ പോയിട്ട് കുളിക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ കുറെ നേരം എന്നെ വിളിക്കണം. അപ്പൊ ഞാനില്ല, ഞങ്ങൾ പോയി കുളിച്ചു ആയോ എന്ന് പറഞ്ഞപ്പോൾ നീ കുറച്ചു നേരം നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്നെയും കൂട്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പൊ ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുളം, കുറച്ച് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തേജപ്പനും പാപ്പനും കൂടിയിട്ട് തേജപ്പന്റെ കുളിയൊക്കെ കഴിഞ്ഞ് തട്ടക്കുട്ടി പഠിക്കാൻ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിരുന്നതാണ്. പിന്നെ ഇതേ കുളത്തിൽ പോവാൻ പറഞ്ഞപ്പോൾ വേഗം ചാടി പുറപ്പെട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ഇതേ പതുക്കെ ഞാനിതേ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇതേ കുളത്തിന്റെ അങ്ങോട്ട് പോവാൻ കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം പിന്നെ ഒരു കുളം ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും ബ്ലെസ്ഡ് ആണ് കേട്ടോ. കാരണം എന്താ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി തന്നെയാണ്. ഇവിടെ വൈകിട്ട് വരാനും അതുപോലെ തന്നെ രാവിലെ വരാനും ഒക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പൊ തേജപ്പൻ അവന്റെ ഡ്രസ്സൊക്കെ വേഗം ഊരിയാണ്. ആദർശാനും ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് രണ്ടുപേരും കൂടിയിട്ട് കുളത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഈ കുളത്തിലാച്ചൊക്കെ നിറച്ച് മീനോളുണ്ട് കേട്ടോ. സോപ്പ് പിന്നെ കിട്ടൂല. ഞാൻ പിന്നെ ഇതേ ഭക്തിയാനൊക്കെ കേട്ടിട്ട് ഈ കുളത്തിന്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കാനുണ്ടോ. പാപ്പനും മോനും അവിടെ തകൃതിയായ കുളിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു മയിലൊക്കെ കുളത്തിന്റെ വക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ സോപ്പ് തേക്കുന്നു, എന്തൊക്കെയോ രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ കാലുമത്തെ നീരൊക്കെ മാറിയോന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായി. ഇപ്പൊ എന്റെ കാലുമത്തെ നീരൊക്കെ മാറി സെറ്റ് ആയിട്ടോ. അങ്ങനെ കല്യാണം പൂരൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തോളം ഇതേ റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ. ഇനി സൗണ്ടും കൂടി ഒന്ന് റെഡി ആവാണ്ട്, സൗണ്ടും അതുപോലെ തന്നെ ഈ മൂക്കടഞ്ഞതും ഒന്ന് സെറ്റ് ആയിട്ട് വരാണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ. കാലുത്തി നോക്ക്, കാലുത്താടെ ആടെ കുത്തുണ്ട്. നമുക്കാണ് പേടിക്കുന്നേ. വഴുക്കുമ്പോൾ വീടുമ്പോൾ രണ്ടുപേരും വീഴും. കാലുത്ത് ഞാനാണെങ്കിൽ ബസന്തി കോലത്തിലായിട്ട് ഇരിക്കണം. എന്റെ മേലുകടകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് ആദർശമായിട്ട് അങ്ങോട്ട് അമ്പലത്തിൽ പോവാം വായു പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചേട്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് പോയിക്ക് മടിയായി. പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു കേട്ടാ, കുറച്ചു നേരം നടക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പൊക്കുള്ളൂ പൊട്ട അതിനല്ല വീട്ട് പാപ്പ പറഞ്ഞല്ല. പാപ്പ അങ്ങനെ വെള്ളത്തിനടിച്ചിങ്ങനെ പൊക്കൂ. അങ്ങനെ ആടക്ക് അവിടെ നിന്നോക്ക്. ഞാൻ പിടിച്ചോണ്ട് നിന്നോ. കഴുത്തിന് സോപ്പ് പോണ്ടേ. മീൻ കൊത്തുണ്ട്, മീൻ കടിക്കുന്നുണ്ട്. കടിക്കോ കേട്ടോ. വെള്ളക്കളക്കന്റെ ചന്തി കടിക്കും. അന്ന വെച്ചോണ്ട് നീന്തുക. അങ്ങനെ പുറത്ത് കയറ്.
ഇവരച്ചങ്ങ് ലാസ്റ്റ് വെള്ളത്തിൽ നിന്ന് കയറാതെ കേട്ടോ. ലാസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് രണ്ടിനും കയറ്റി കേട്ടോ. കുളത്തിലച്ചങ്ങ് നല്ല മീൻ കിട്ടുക. നമ്മളിങ്ങനെ അനങ്ങാതെ കുറെ നേരം ഇങ്ങനെ നിന്ന് വെച്ചെങ്കിൽ നല്ല കടി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തേച്ചപ്പന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, അവന് മേലൊക്കെ തുറച്ചു കൊടുത്തു. ആദർശന്റെ അണ്ടർവെയർ ഒക്കെ ഇരുന്ന് കഴുകുന്നുണ്ട് കേട്ടോ. കണ്ടു, ഇതൊക്കെ നിറച്ച് മീനായിട്ട് കുളത്തിൽ ഇങ്ങനെ ആകെ ഇതാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. തേജപ്പൻ ഇത് എന്തോ എടുത്ത് കഴിക്കുന്നുണ്ട്. ചേച്ചി ഇത് അവിടെ ചെടികളൊക്കെ സെറ്റ് ആക്കാനുണ്ടോ. ആദർശന്റെ കുളി കഴിഞ്ഞ കാരണം ചേച്ചി ആദർശന്റെ അടുത്ത് വിളക്ക് വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ചേട്ടൻ ഇതേ വിളക്ക് വെക്കാനുണ്ടോ. അപ്പൊ അടുത്ത ദിവസം ന്യൂ ഇയർ ആണ്. അപ്പൊ നമുക്ക് അച്ഛൻ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ വിനീഷേട്ടൻ അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനും പറ്റില്ല. വിനീഷേട്ടൻ ഇന്ന് ക്ലോസിങ് ആയതുകൊണ്ട് ചേട്ടൻ ജോലി ചെയ്യുന്നോടത്ത് തന്നെ അവിടെ നിൽക്കും. അപ്പൊ ഞാനും ആദർശേട്ടനും ചേച്ചി ഉണ്ണി മാത്രമായിട്ട് വീട്ടിലുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യാ, ന്യൂ ഇയർ ആയിട്ട് ഇനി എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാനോ എന്നൊക്കെ ആദർശേട്ടൻ ചോദിച്ചിട്ടുണ്ടായിട്ടോ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് എന്തൊക്കെ തിരക്ക് വേണ്ടിയിട്ട് അതൊന്നും അധികം കാര്യമാക്കി എടുത്തില്ല. തേജപ്പേ അവിടെ നിന്നിട്ട് എന്തോ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശേട്ടൻ ഒരു വലിയൊരു കുറിയൊക്കെ കൊണ്ടുവന്ന് നെറ്റത്ത് തൊട്ടു കൂട്ടാ. പിന്നെ നമ്മളൊരു 9:30-10 മണിക്ക് ആകുമ്പോഴാണ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ ഇട്ടേട്ടാ. അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.